ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധി ഓഫീസിലേക്ക് പോകാനായി ബസ് സ്റ്റോപ്പിലേക്ക് വരുമ്പോൾ 5 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന നിധി അഞ്ജലിയാണെന്നും 5 ആണുങ്ങളെ അവൾ മാനേജ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അഖിലും ഫ്രണ്ട്സും കൂടി കളിയാക്കുകയാണ്. ചുറ്റും നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇത് കേൾക്കുകയും നിധിയെ ശ്രദ്ധിക്കുകയുമാണ്. ആ വഴി വരുന്ന ചന്തു ഇത് കണ്ട് ഹരീഷിനോട് പറയാനായി പോവുകയാണ്. കരഞ്ഞോണ്ട് നിധി കിളിക്കൂട്ടിലേക്ക് വരുമ്പോൾ നികേഷും സുധീഷും സുഭാഷും കാര്യം അന്വേഷിക്കുകയാണ്. അഖിലും ഫ്രണ്ട്സും അഞ്ജലി എന്ന് വിളിച്ച് തന്നെ പരിഹസിച്ച കാര്യം കരഞ്ഞോണ്ട് നിധി അവരോട് പറയുകയാണ്. എല്ലാം കേട്ട് വളരെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് സുധീഷും സുഭാഷും നികേഷും. നിധി പറയുന്നു, 5 ആണുങ്ങളുടെ കൂടെ താമസിക്കുന്നത് കൊണ്ട് എന്റെ പേര് അഞ്ജലി എന്ന് മാറ്റണമെന്ന്. എല്ലാവരും കൂടി അത് പറഞ്ഞ് കളിയാക്കിയപ്പോൾ എനിക്ക് നിധിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, നിധി വാ എഴുന്നേൽക്ക് മാന്നും പറഞ്ഞ് നിധിയെയും കൂട്ടി സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ വാടാ എന്ന് പറഞ്ഞ് നികേഷിനെയും കൂട്ടി വളരെ ദേഷ്യത്തോടു കൂടി അവരുടെ പിന്നാലെ പോവുകയാണ് സുഭാഷ്. ഹരീഷിന്റെ ഫോണിലേക്ക് വിളിച്ച സുധീഷ് പറയുന്നു, ഹരീഷ് നീ കവലയിലേക്കൊന്ന് വാ, നമ്മുടെ നിധിയെ കുറച്ചുപേരൊന്ന് തോണ്ടി. അപ്പൊ സുഭാഷ് പറയുകയാണ്, എടാ നികേഷേ നീ വരണ്ട, ഞങ്ങൾ ചോദിച്ചിട്ട് വരാം. അപ്പൊ നികേഷ് ചോദിക്കണ, ഞാനും കൂടി വന്നാൽ എന്താ, എന്നെ ഇപ്പോഴൊരു ചെറിയ പയ്യനായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഏട്ടത്തിയുടെ കൂടെ പോകുമ്പോൾ ഇതിനു മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഏട്ടത്തി പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാത്തതാ. സുഭാഷ് ചോദിക്കുന്നു, എടാ പറയാതിരിക്കേണ്ട കാര്യങ്ങളാണോ ഇതൊക്കെ? അന്നേ അതിനുള്ള ഉത്തരം കൊടുക്കാമായിരുന്നല്ലോ. നികേഷ് നീയും വന്ന് പറഞ്ഞ് സുധീഷ് നിധിയുടെ കൈയും പിടിച്ച് കവലയിലേക്ക് പോവുകയാണ്. പിന്നാലെ സുഭാഷും നികേഷും വരുന്നു. പോകുന്ന വഴി വലിയൊരു തടിക്കഷ്ണം എടുക്കുകയാണ് നികേഷ്. തുടർന്ന് നിധിയുടെ കൈയും പിടിച്ച് സുധീഷ് കവലയിലേക്ക് വരികയാണ്. സുഭാഷും നികേഷും സുധീഷും നിധിയും ദേഷ്യത്തോടുകൂടി അവിടെ ഇരിക്കുന്ന അഖിലിനെയും ഫ്രണ്ട്സിനെയും നോക്കുന്നു. സുധീഷ് ചോദിക്കുന്നു, ആരാ നിധിയെ പരിഹസിച്ചത്? ഇവരാണെന്ന് പറഞ്ഞ് അഖിലിന്റെ നേരെ വിരൽ ചൂണ്ടുകയാണ് നിധി. അഖിലും ഫ്രണ്ട്സും പുഞ്ചിരിച്ച് അവരെ നോക്കുമ്പോൾ നിധി പറയുകയാണ്, ഇവന് ആദ്യം എന്നെ അഞ്ജലി എന്ന് വിളിച്ച് പരിഹസിച്ചത്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് എന്നെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് അഖിൽ പറയുന്നു, അതെടാ ഞാനാ ഇവളെ അങ്ങനെ പരിഹസിച്ചത്. നീ എന്ത് ചെയ്യും? ഇത് കേട്ട് സുധീഷ് അഖിലിന്റെ കർണ പുകച്ചടിക്കുകയാണ്. അഖിൽ താഴേക്ക് വീഴുകയാണ്. ഇത് കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് നിധിയും നികേഷും. അഖിലിന്റെ ഫ്രണ്ട് അഖിലിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ എടാന്ന് വിളിച്ച് ഓടി വന്ന് ചാടി ചവിട്ടുകയാണ് സുഭാഷ്. ആ ചവിട്ടിൽ അഖിൽ താഴേക്ക് വീഴുമ്പോൾ അഖിലിന്റെ ഫ്രണ്ട് സുഭാഷിനെ പിടിച്ചു തള്ളുകയാണ്. അവന്റെ കയ്യിൽ കയറി പിടിച്ചു തടഞ്ഞ് തല്ലി ചതയ്ക്കുകയാണ് സുഭാഷ്. എഴുന്നേൽക്കാനാകാതെ റോഡിൽ വീണ് കിടക്കുന്ന അഖിലിനെ തല്ലി ചതയ്ക്കുകയാണ് സുധീഷ്. ഈ സമയം ബൈക്കിൽ അവിടേക്ക് വരികയാണ് ഹരീഷ്. അഖിലിന്റെ ഒരു ഫ്രണ്ട് സുധീഷിനെ പിടിച്ചു തള്ളുമ്പോൾ ഹരീഷിന്റെ അരികിലേക്ക് വീഴാനായി തുടങ്ങുകയാണ് സുധീഷ്. ഇത് കണ്ട് വളരെ ദേഷ്യത്തോടു കൂടി അവരെ തല്ലി ചതയ്ക്കുകയാണ് ഹരീഷ്. നാട്ടുകാരെല്ലാവരും ചുറ്റും കൂടുന്നു. സുഭാഷും നികേഷും സുധീഷും ഹരീഷും കൂടെ അഖിലിന്റെയും ഫ്രണ്ട്സിന്റെയും കൈ വെക്കാൻ അനുവദിക്കാതെ തല്ലി ചതയ്ക്കുകയാണ്. നികേഷ് ചോദിക്കുന്നു, എന്റെ ഏട്ടത്തിയെ കുറിച്ച് അനാവശ്യം പറയുന്നോടാ, കൊല്ലോടാ നിന്നെ ഞാൻ. അഖിലിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് നിധിയുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് സുധീഷ്. നിധിയുടെ മുന്നിലിട്ട് സുധീഷ് അഖിലിനെ തല്ലുമ്പോൾ നിധി പറയുന്നു, അടിച്ചവന്റെ പല്ല് താഴെയിട്. അടിക്കുന്ന അടിയില് ഇവൻ ഇനി ഒരു പെണ്ണിനെ കുറിച്ചും അനാവശ്യം പറയരുത്. അടി സുധീഷെ അവനെ. അഖിലിന്റെ കർണമ്പൊക്കെ ചടിച്ച് ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് സുധീഷ് ചോദിക്കുന്നു, നിധിയെ കുറിച്ച് ഇനി നീ ഇങ്ങനെ പറയോടാ? പറയുമോടാ? ഇനി ഒരു തവണ കൂടി നീ ഇങ്ങനെ പറയുമോന്ന്? പറയില്ലെന്ന് പറയടാ. തല്ലുകൊണ്ട് തളർന്ന അഖിൽ പറയുന്നു, ഞാൻ ഇനി അങ്ങനെയൊന്നും പറയില്ല. അപ്പൊ സുധീഷ് പറയണ, നിധിയോട് സോറി പറയടാ, സോറി പറയടാന്ന് പറഞ്ഞ് വീണ്ടും അഖിലിനെ തല്ലുകയാണ് സുധീഷ്. അവിടേക്ക് വന്ന ഹരീഷും അഖിലിനെ തല്ലുകയാണ്. സുഭാഷും സുധീഷും നികേഷും ഫ്രണ്ട്സിനെയും തല്ലുന്നു. ഹരീഷ് പറയുന്നു, ഇനി ഒരിക്കൽ കൂടി ഏട്ടത്തിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ നിന്റെ പല്ലൊന്നും കാണില്ല, അടിച്ച് ഞാൻ താഴെയിടും. അഖിലിന്റെ ഫ്രണ്ടിന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് സുഭാഷ് ചോദിക്കുന്നു, ഒരു പെൺകുട്ടി ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നാൽ അവളെ എന്തെങ്കിലും പറഞ്ഞ് നിനക്കൊക്കെ പരിഹസിക്കണം അല്ലേ? ഇനിയും ഒരു പെണ്ണിനെയും കണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ തോന്നരുത്. അങ്ങനെ അവർ വീണ്ടും തല്ലുകയാണ്. ഇതെല്ലാം കണ്ട് സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് നിധി. ഈ സമയം സൈക്കിളിൽ അവിടേക്ക് വന്ന ഭാസ്കരൻ ഇത് കണ്ട് ചുറ്റും നോക്കുകയാണ്. ഭാസ്കരൻ ചോദിക്കുന്നു, മോളെ നിധി എന്താ സംഭവിച്ചേ? അപ്പൊ നിധി പറയുകയാണ്, ഇവരെല്ലാവരും എന്റെ അടുത്ത് വന്ന് പരിഹസിച്ചു. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അഞ്ജലി എന്ന് വിളിച്ച് ഇവനും എന്റെ ഫ്രണ്ട്സും കൂടി എന്നെ പരിഹസിച്ച് ചിരിക്കുകയായിരുന്നു. എനിക്കിത് താങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ അതുകൊണ്ട് അത് ഇവരോട് പറഞ്ഞു. ചുറ്റും കൂടിയിരിക്കുന്ന നാട്ടുകാരോട് ഭാസ്കരൻ ചോദിക്കുന്നു, ഒരു പെണ്ണിനോട് ഇവന്മാർ അനാവശ്യം പറഞ്ഞപ്പോൾ കണ്ടുകൊണ്ട് നിന്നോ നിങ്ങളൊക്കെ? ഇവന്മാരുടെ കൂടെ ചേർന്ന് നിങ്ങളും ചിരിക്കുകയായിരുന്നു. ഓടടാ, നിന്നെയൊക്കെ ഇന്ന് ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞ് ഭാസ്കരൻ കല്ല് പെറുക്കി എറിയുകയാണ്. അഖിലും ഫ്രണ്ട്സും ഭയത്തോടു കൂടി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അഖിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കണേ, എന്താടാ നോക്കുന്നേ? കൊന്നുകളയും ഞാൻ. സുധീഷ് പറയുന്നു, കൊന്നുകളയോടാ നിന്നെ ഞാൻ. നിധി സന്തോഷത്തോടു കൂടി സുധീഷിനെയും മറ്റെല്ലാവരെയും നോക്കുകയാണ്. തുടർന്ന് നീതു TV കണ്ടോണ്ടിരിക്കുമ്പോൾ അമ്മ നീതുവിനെ വഴക്ക് പറയുകയാണ്. TV കണ്ടോണ്ടിരിക്കുന്നു, അകത്തേക്ക് പൊടി. അപ്പൊ നീതു ചോദിക്കണ, ഇനി TVയും കാണാൻ പറ്റില്ലേ? ഒന്ന് പോകുന്നുണ്ടോ? ഈ സമയം തല്ലുകൊണ്ട് തളർന്ന് അഖിൽ പതിയെ അവിടേക്ക് വരികയാണ്. ഇത് കണ്ട് മോനെന്ന് വിളിച്ച് അരികിലേക്ക് ഓടിച്ചെന്ന് താങ്ങി പിടിക്കുകയാണ് ചന്ദ്രനും നീതുവിന്റെ അമ്മയും. വാതിലിന്റെ അരികിലേക്ക് വന്ന നീതുവും അവരെ ശ്രദ്ധിക്കുന്നു. ചന്ദ്രൻ ചോദിക്കുന്നു, എടാ എന്താടാ നിനക്ക് പറ്റിയത്? നീതു അഖിലിന് വെള്ളം കൊണ്ട് കൊടുക്കുകയാണ്. വെള്ളം കുടിക്കെന്ന് പറഞ്ഞ അമ്മ വെള്ളം വാങ്ങിച്ചു കൊടുക്കുന്നു. അമ്മ ചോദിക്കുന്നു, എടാ എന്താടാ പറ്റിയത്? ബൈക്കിൽ നിന്നും താഴെ വീണോ? ചന്ദ്രൻ പറയുകയാണ്, വാടാ ഹോസ്പിറ്റലിലേക്ക് പോകാം. ഇത് കേട്ട് അഖിൽ ചോദിക്കുന്നു, ഞാനിപ്പം ബൈക്കിൽ നിന്ന് വീണെന്ന് പറഞ്ഞോ? ബൈക്ക് ഓടിക്കാൻ അറിയില്ല എനിക്ക്. ഞാൻ ബൈക്കിൽ നിന്നും വീണില്ല
എന്ന് അഖിൽ പറയുമ്പോൾ ചന്ദ്രൻ ചോദിക്കണ പിന്നെങ്ങനാ നിന്റെ ശരീരത്തിൽ ഇത്രയും മുറിവുകൾ? അപ്പൊ അഖിൽ പറയണ എല്ലാം ഇവള് കാരണോ. നീ പ്രേമിക്കുന്ന തെണ്ടിയില്ലേ, അവനും അവന്റെ ചേട്ടന്മാരും കൂടിയാ എന്നെ തല്ലിയത്. ഇത് കേട്ട് നിധു പറയുന്നു ചുമ്മാ ഓരോന്ന് പറയരുത്. അവരെന്തിനാ നിന്നെ തല്ലുന്നത്? എവിടെയോ പോയി അടി വാങ്ങിട്ട് അവരുടെ മേൽ പഠിച്ചായിരുന്നു. ഇത് കേട്ട് അവിടെ വന്ന് എഴുന്നേറ്റ് നിധുവിനെ അടിക്കാനായി കൈ ഓങ്ങുമ്പോൾ ഇരിക്കട്ടെ അവിടെ എന്ന് പറഞ്ഞ് ചന്ദ്രനും അമ്മയും കൂടെ അഖിലിനെ പിടിച്ച് അവിടേക്ക് ഇരുത്താനായി ശ്രമിക്കുകയാണ്. അഖിൽ പറയുന്നു ഞാൻ നല്ല ദേഷ്യത്തില, മൊത്തം ദേഷ്യവും ഞാൻ നിന്നോട് കാണിക്കും. കരഞ്ഞോണ്ട് അമ്മ പറയണ അയ്യോ എന്റെ മോന്റെ ദേഹമൊക്കെ മുറിഞ്ഞിരിക്കുന്ന കണ്ടില്ലേ, അവന്മാര് തല്ലി ചതച്ചില്ലേ മഹാഭാവികൾ. ചന്ദ്രൻ ചോദിക്കുന്നു അവന്മാരെന്തിനാ നിന്റെ ദേഹത്ത് കൈവച്ചത്? നിനക്ക് ചോദിക്കാനും പറയാനോ ആരുമില്ലെന്ന് വിചാരിച്ചോ? പോട്ടെന്ന് കരുതി വെറുതെ വിട്ടപ്പോൾ നിന്റെ ദേഹത്ത് കൈവയ്ക്കാറായോ അവന്മാർ? ഇത് കേട്ട് നിധുവിന്റെ അമ്മ പറയണ ഇപ്പൊ ഇതൊക്കെ സംസാരിച്ചോണ്ട് നിൽക്കേണ്ട സമയമാണോ? വണ്ടി എടുക്ക്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. നിധു ചോദിക്കുന്നു അവരടിക്കുന്ന രീതിയിൽ നീ എന്താ ചെയ്തത്? ഹരീഷിന് എന്തെങ്കിലും പറ്റിയോ? ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി അഖിൽ പറയണ്ട ചോദിക്കുന്നത് കേട്ടില്ലേ അച്ഛാ, അവര് വന്ന് എന്നെ തല്ലിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ എന്താ ചെയ്തെന്നോ? അപ്പൊ നിധു പറയണ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്യാതെ അവര് കൂട്ടായിട്ട് വന്ന് അടിച്ചു എന്ന് പറയുമ്പോൾ അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അഖിൽ പറയണ എന്റെ പെങ്ങടെ പിന്നാലെ നടന്ന ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞു, അതിന് അവന്മാരെല്ലാവരും കൂടി ചേർന്ന് എന്നെ ഇങ്ങനെ അടിച്ചത്. പക്ഷെ നിനക്ക് ഇപ്പൊ പോലും ഞാൻ അടി വാങ്ങിയതല്ല പ്രശ്നം, അവരെ ഞാൻ എന്തോ പറഞ്ഞെന്നുള്ളതാണ്. നീതുവിന്റെ അമ്മ പറയണം എന്റെ മോനെ അവന്മാരെല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ തല്ലിയില്ലേ, അമ്മമാർക്കിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കരഞ്ഞോണ്ട് പുറത്തേക്ക് ഇറങ്ങി അടുത്തുള്ള ആൾക്കാരെയൊക്കെ വിളിക്കുകയാണ് നീതുവിന്റെ അമ്മ. എന്ത് പറ്റിയെന്ന് ചോദിച്ചോണ്ട് അവരെല്ലാവരും അവിടെ ഓടി വരുമ്പോൾ നീതുവിന്റെ അമ്മ പറയുന്നു എന്റെ മോനെ ആ സുഭാഷും അനിയന്മാരും കൂടി ചേർന്ന് തല്ലി, വന്ന് നോക്ക്. അകത്തേക്ക് കയറി വന്ന ഒരാൾ ചോദിക്കുന്നു എടാ അഖിലെ എന്താടാ പറ്റി, ആരാ നിന്നെ തല്ലിയ? സുഭാഷും അനിയന്മാരും കൂടി ചേർന്ന് തല്ലിയതാണെന്ന് നീതുവിന്റെ അമ്മ പറയുമ്പോൾ ഒരു ചേച്ചി പറയുകയാണ് അതൊരു റൗഡികളുടെ കുടുംബമാണല്ലോ, അവന്മാരുമായിട്ട് അഖിലിന് എന്താ ബന്ധം? ചേച്ചി അവന്മാരെ വെറുതെ വിടരുത്. ചന്ദ്രൻ പറയുന്നു എഴുന്നേറ്റ് വാടാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. അമ്മ പറയുന്നു ഹോസ്പിറ്റലിലേക്ക് പോകാനോ? ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എന്റെ മോനെ അടിച്ചവരെ ജയിലിലാക്കിയിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അവന്മാരടിച്ച അടിയും മേടിച്ചോണ്ട് വന്നിരിക്കുന്നു, തിരിച്ച് 4 എണ്ണം കൊടുക്കാൻ നിനക്കറിയില്ലായിരുന്നോ? അഖിൽ ചോദിക്കുന്നു അവര് 4 പേരും കൂടി ചേർന്ന എന്നെ തല്ലിയത്, അവര് ഒരുമിച്ച് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചോ? അമ്മ ചോദിക്കുന്നു 4 പേരെ നിനക്ക് തല്ലാനുള്ള കഴിവില്ലടാ. ഒരാൾ പറയണ ചേച്ചി അവൻ ഇങ്ങനെ വഴക്ക് പറയാതെ. നീതുവിന്റെ അമ്മ പറയണ പോലീസിൽ വിവരം അറിയിക്കണം, അവന്മാരെ ജയിലിലാക്കിയാലേ നമുക്ക് സമാധാനം കിട്ടും. എത്ര നാളായോ അവന്മാരുടെ ശല്യം? ഇത് കേട്ട് ഒരു ചേച്ചി ചോദിക്കുന്നു ചേച്ചി അപ്പൊ ഒരുപാട് നാളായോ അവര് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? എന്തിനാ അവരെന്തിനാ ഇപ്പം അഖിലിനെ തല്ലിയത്? ഇത് കേട്ട് നീതുവിനെ ഒന്ന് നോക്കിയിട്ട് നീതുവിന്റെ അമ്മ പറയണ അവന്മാര് ജോലിക്കൊന്നും പോകാതെ ഇരിക്കുകയല്ലേ, എന്റെ മോനോടുള്ള അസൂയ കൊണ്ടായിരിക്കും അവന്മാര് തല്ലിയത്, ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നേ, ഓട്ടോ എടുക്ക്. നീതു ചോദിക്കുന്നു അമ്മേ എന്താ നടന്നേന്നറിയില്ല, പിന്നെ എന്തിനാ അമ്മ പോലീസ് അത് ഇതെന്നൊക്കെ പറയുന്നത്? നീതുവിന്റെ നേരെ വിരൽ ചൂണ്ടി അമ്മ പറയണ എടി നീ കാരണം അടി നിന്റെ ചേട്ടനെ അവന്മാരെല്ലാവരും കൂടി ചേർന്ന് തല്ലി ചതച്ചത്. അവന്മാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട്. അങ്ങനെ അഖിലിനെ താങ്ങി പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് അമ്മ. ഒപ്പം ചന്ദ്രനും പോകുന്നു. തുടർന്ന് നിധിയും കൂടി എല്ലാവരും കിളിക്കൂട്ടിലേക്ക് വരികയാണ്. സുധീഷ് ചോദിക്കുന്നു നിധി അന്ന് അവൻ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ എന്നോട് പറയാതിരുന്നത് എന്താ? എടാ നികേഷ് നീ കൂടെ ഉണ്ടായിരുന്നതല്ലേ, നിനക്കെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? അപ്പൊ നികേഷ് പറയണ ഞാൻ അപ്പോഴേ ചേട്ടന്മാരോട് പറയാന്ന് പറഞ്ഞതാ, ഏട്ടത്തിയാ പറഞ്ഞത് പറയരുതെന്ന്. നിങ്ങൾ പോയി വഴക്കുണ്ടാക്കും അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ സുഭാഷ് പറയണ അങ്ങനെ അവന്മാരെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ മോളെ, നിന്നെ അവന്മാർ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ചോദിക്കാനുണ്ടെന്ന് അവന്മാർക്ക് മനസ്സിലാകണ്ടേ? അവന്മാർ ആദ്യത്തെ തവണ പരിഹസിച്ചപ്പോൾ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ തന്നെ അവന്മാരുടെ വായടപ്പിച്ചേനെ ഞങ്ങൾ. ഇങ്ങനെ രണ്ടാമത്തെ തവണയും അവൻ സംസാരിക്കുമായിരുന്നു. ഹരീഷ് പറയുന്നു അടിച്ച അടിയില് അവൻ ഇനിയും ഏട്ടത്തെ ഉള്ളിടത്തേക്ക് പോലും വരില്ല. ഏട്ടത്തിക്ക് ഇപ്പം വിഷമമൊന്നും ഇല്ലല്ലോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി പോയി എനിക്ക് വേണ്ടി ചോദിച്ചില്ലേ, അപ്പോഴേ എന്റെ വിഷമം മാറി. എന്ത് അഹങ്കാരം ഉണ്ടായിട്ടാ അവന്മാരെന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് പരിഹസിച്ചത്? സുധീഷ് പറയുകയാണ് അവന്മാരെ ഓടിച്ചു വിടാൻ പാടില്ലായിരുന്നു, 4-5 എണ്ണം കൂടി കൊടുക്കേണ്ടതായിരുന്നു. ഞങ്ങൾ അവന്റെ വീട്ടിലേക്ക് പോയി ആ വീടിനെ ഞങ്ങൾ പരിഹസിച്ചു, പക്ഷെ അവിടെയുള്ള ഒരാളെ പറ്റിയും ഞങ്ങൾ അനാവശ്യം പറഞ്ഞിട്ടില്ല. ഞങ്ങളോട് അവൻ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അവൻ ഞങ്ങളുടെ അടുത്ത് വന്ന പ്രശ്നം ഉണ്ടാക്കേണ്ടത്, അതല്ലാതെ നിധിയുടെ അടുത്ത് വന്ന പ്രശ്നം ഉണ്ടാക്കുകയല്ല വേണ്ടത്. എനിക്ക് വന്ന ദോഷത്തിന് അവനെ കൊല്ലേണ്ടതായിരുന്നു, അവൻ രക്ഷപ്പെട്ടു. നിധിയുടെ അരികിലേക്ക് വന്ന വിഷമത്തോടു കൂടി കൈകൂപ്പി ഹരീഷ് പറയുന്നു ഏട്ടത്തി എന്നോട് ക്ഷമിക്കണം. നിധി ചോദിക്കുന്നു എന്താ ഹരീഷ് ഇതൊക്കെ? അപ്പൊ ഹരീഷ് പറയണം ഞാൻ കാരണോ ഏട്ടത്തി അവന്മാര് പരിഹസിച്ചത്, അതിന് ഞാൻ ക്ഷമ ചോദിച്ചതാ. ഞാൻ നീതുവിനോട് സംസാരിച്ചത് കൊണ്ടല്ലേ അവളുടെ ചേട്ടനിപ്പം ഏട്ടത്തിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞത്. എല്ലാത്തിന്റെയും തുടക്കം ഞാൻ കാരണമല്ലേ? സുഭാഷ് ചോദിക്കുന്നു എടാ ഹരീഷ് നീ എന്ത് തെറ്റാടാ ചെയ്തത്? നീ നീതുവിനോട് സംസാരിച്ചെന്ന് കരുതി അവൻ ഇങ്ങനെ നിധിയോട് സംസാരിക്കാൻ പാടുണ്ടോ? ഒരു പെണ്ണിനോട് എങ്ങനെ സംസാരിക്കേണ്ടെന്ന് അവൻ അറിയണ്ടേ? അവനും ഒരു പെങ്ങളുള്ളതല്ലേ, അവൻ ഇങ്ങനെ അവളോട് സംസാരിക്കുവോ? അവൻ ഇങ്ങനെ തരംതാണ രീതിയിൽ സംസാരിച്ചതിന് അവന്റെ വീട്ടുകാരാ ഉത്തരവാദികൾ, അവന്റെ വളർത്തു ദോഷം. അതിന് നീ എന്ത് ചെയ്യാനാ ഹരീഷെ? സുധീഷ് ചോദിക്കുന്നു എടാ ഹരീഷെ ഇത്ര മോശപ്പെട്ട കുടുംബത്തിലുള്ള ഒരു പെണ്ണിനെയാ നീ പ്രേമിക്കുന്നത്. ഈ നീതുവിന്റെ സ്വഭാവം എങ്ങനെയാ? അവളുടെ ചേട്ടനെ പോലെയാണോ? ആ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു, അതിനി അവന്മാരൊക്കെ എന്തൊക്കെയാണോ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ വീട്ടിലേക്ക് നോക്കി ഇതൊക്കെ ഒരു വീടാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ സുഭാഷ് പറയണ നിധി നീ ഇനി ഇതൊക്കെ ഓർത്ത് വിഷമിക്കരുത്, ഇതൊക്കെ നടക്കാൻ പാടില്ലാത്തതായിരുന്നു, ഞങ്ങള് കാരണോ മോക്ക് ഈ പ്രശ്നങ്ങളെല്ലാം. അങ്ങനെയൊന്നും ഇല്ല സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയണ ശരി മോളെ ടയേർഡ് ആയിരിക്കും, പോയി റെസ്റ്റ് എടുക്കുക. ഇതിടെ നിധി പറയുന്നു
അതൊന്നും വേണ്ട സുഭാഷ് ഏട്ടാ, ഞാനിപ്പോ ഓക്കെ ആയി. എനിക്കിതിൽ വിഷമമൊന്നുമില്ല. എന്നെ അവന്മാർ അങ്ങനെ പരിഹസിച്ചപ്പോൾ അവന്മാരുടെ പല്ലടിച്ച് താഴെ ഇടണമെന്ന് തോന്നി. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അവന്റെ പല്ലടിച്ച് താഴെ ഇട്ടില്ലേ? ഇപ്പോഴേ എനിക്ക് സമാധാനമായത്. ഇനി ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയും അവന്മാർ ഇങ്ങനെയുള്ള കമന്റ്സ് പറയാൻ പാടില്ല. അവന്മാർക്ക് പേടി ഉണ്ടാകണം. നിങ്ങൾ അടിച്ചടിയില് അവന്മാർക്കിപ്പം ആ പേടി വന്നു കാണും. അത് മതി എനിക്ക്. തുടർന്ന് അഖിലിനെ താങ്ങി പിടിച്ച് കിളിക്കൂട്ടിലേക്ക് വരികയാണ് ചന്ദ്രനും നീതുവിന്റെ അമ്മയും. കൂടെ പഞ്ചായത്ത് പ്രസിഡന്റും ഉണ്ട്. നമസ്കാരം ചേട്ടാന്ന് പറഞ്ഞ് സുഭാഷ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പിന്നാലെ വരികയാണ് സുധീഷും ഹരീഷും. ഭാസ്കരനും അവിടേക്ക് വരുന്നു. പ്രസിഡന്റ് ചോദിക്കുന്നു, അവന്റെ ഒരു നമസ്കാരം. നീ നിന്റെ അനിയന്മാരും എന്താ വിചാരിച്ചിരിക്കുന്നേ? ഒരു പയ്യനെ 4 പേരും കൂടി തല്ലി ചതച്ചില്ലേ? അവന്റെ മുഖം കണ്ടില്ലേ? ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് വിചാരിച്ചോ? ഭാസ്കരൻ ചോദിക്കുന്നു, ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ചാടിത്തുള്ളി ഇങ്ങ് പോരുമല്ലേ? അവിടെ വെള്ളം വരുന്നല്ല എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളെല്ലാം കൂടി പ്രശ്നം ഉണ്ടാക്കുന്നു. അവിടെ പോയി അന്വേഷിക്കാതെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. നീതുവിന്റെ അമ്മ പറയുന്നു, ഞങ്ങൾ വെറുതെ വന്ന് ബഹളം വെക്കുകയൊന്നുമല്ല. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പോലീസ് എത്തും നിങ്ങളെ കൊണ്ടുപോകാൻ. ഇത് കേട്ട് എല്ലാവരും മുഖത്തോട് മുഖം നോക്കുമ്പോൾ അവർ ചോദിക്കുന്നു, എന്റെ മോന്റെ ദേഹത്താണോ കൈവച്ച്? നിങ്ങൾക്കുള്ളത് ഞാൻ തരാം. ഭാസ്കരൻ ചോദിക്കുന്നു, നിന്റെ മോനാരാ? ഗവർണറാണോ? അപ്പൊ നീതുവിന്റെ അമ്മ പറയുകയാണ്, എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുകയല്ലേ ഇവൻ. അവളെ ശല്യം ചെയ്യുന്നതിന് അവളുടെ ആങ്ങളാ ചോദ്യം ചെയ്യും. അതിനല്ലടാ നീയൊക്കെ കൂടി ഇങ്ങനെ തല്ലിയത്. റൗഡികൾ മനുഷ്യനെ തരുന്നത് പോലെയാണോടാ നീയൊക്കെ തല്ലിയത്? നിന്നെയൊന്നും ഞാൻ വെറുതെ വിടില്ല. പാവം എന്റെ മോൻ. സുധീഷ് ചോദിക്കുന്നു, പറയുന്ന കേട്ടാ തോന്നുമല്ലോ നിങ്ങളുടെ മോൻ തെറ്റൊന്നും ചെയ്യാതെ ഞങ്ങൾ തല്ലിയതാണെന്ന്. അവൻ എന്റെ ഭാര്യയെ ശല്യം ചെയ്ത് അവളെ പരിഹസിച്ചു. അത് കണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും വെറുതെ നിൽക്കണം. അവൻ ജീവനോടെ ഉണ്ടെന്നോർത്ത് സന്തോഷിക്കും. തെറ്റെല്ലാം അവൻ ചെയ്തിട്ട് പോലീസ് ഇപ്പൊ വരുമെന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുന്നു. ഭാസ്കരനും വളരെ ദേഷ്യത്തോടു കൂടി അവരോട് സംസാരിക്കുകയാണ്. നീതുവിന്റെ അച്ഛനും അമ്മയും ദേഷ്യത്തോടു കൂടി ഭാസ്കരനോട് സംസാരിക്കുന്നു. ഇതെല്ലാം കണ്ട് നിധി പുറത്തേക്ക് ഇറങ്ങി വരാനായി തുടങ്ങുമ്പോൾ നികേഷ് തടയുകയാണ്. അവര് സംസാരിക്കട്ടെ, ഏട്ടത്തി ഇവിടെ നിൽക്ക്. ഈ സമയം അവിടേക്ക് വന്ന പോലീസുകാർ ചോദിക്കുന്നു, എന്താ ഇവിടെ പ്രശ്നം? ഒരാൾ പറയുന്നു, ഈ കുടുംബത്തിലുള്ള എല്ലാവരും റൗഡികളാണ് സാറേ. ഈ പയ്യനെ തല്ലി ചതച്ചു. ഇവര് 4 പേരും കൂടി ജയിലിലടച്ചാലേ ഇവന്മാർക്കൊക്കെ ബുദ്ധി വരും. അപ്പൊ നീതുവിന്റെ അമ്മ പറയുകയാണ്, അത് ചെയ് സാർ ആദ്യം. പോലീസുകാരൻ ചോദിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ എന്താ പ്രശ്നം? എപ്പോ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണല്ലോ. എന്തിനാ ഇപ്പം ഈ പയ്യനെ അടിച്ചത്? നിധി പുറത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തി ആവശ്യമില്ലാതെ ഏട്ടത്തി അങ്ങോട്ട് പോകണ്ട, ഇവിടെ നിൽക്ക്. നീതുവിന്റെ അമ്മ പറയുകയാണ്, സാർ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്റെ മോനെ തല്ലിയത് കണ്ടില്ലേ? ദേ നോക്ക് സാർ, തല്ലി ചതച്ചു. അവനെ നേരെ നിൽക്കാൻ വയ്യ. ഇവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് അകത്താക്കണം സാർ. അപ്പൊ പോലീസുകാരൻ പറയുന്നു, ചോദിച്ചോണ്ടിരിക്കുകയല്ലേ. ഈ സമയം ഹരീഷിന്റെ ഷോപ്പിലേക്ക് വരികയാണ് നീതു. ഹരീഷ് ഇതുവരെ വന്നില്ലെന്ന് നീതു ചോദിക്കുമ്പോൾ ചന്തു പറയുകയാണ്, വലിയ പ്രശ്നമായില്ലേ? നീതു ഒന്നും അറിഞ്ഞില്ലേ? അപ്പൊ നീതു പറയുകയാണ്, ഞാൻ ഹരീഷിന്റെ ഫോണിലേക്ക് വിളിച്ചു, അവൻ ഫോൺ എടുത്തില്ല. ചന്തു ചോദിക്കുന്നു, നീതുവിന്റെ കയ്യിൽ ഫോണില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെങ്ങനെ ഫോൺ വിളിച്ച്? അപ്പൊ നീതു പറയുകയാണ്, വീട്ടിലെല്ലാവരും ഇറങ്ങിപ്പോയി. ഹോസ്പിറ്റലിലേക്കെന്നോ പോലീസ് സ്റ്റേഷനിലേക്കെന്നോ ഒക്കെ പറയുന്ന കേട്ടു. അമ്മ ഫോൺ മറന്നു വെച്ചിട്ടാ പോയത്. ഞാൻ അതിൽ നിന്നാ ഹരീഷിനെ വിളിച്ചേ. ഹരീഷ് എടുത്തില്ല. ബസ് സ്റ്റോപ്പിൽ എന്തോ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞ് വീട്ടിൽ വലിയ വഴക്കായിരുന്നു. അവിടെ എന്താ നടന്നേ? ഹരീഷും അവന്റെ ചേട്ടന്മാരും കൂടെ എന്തിനാ അഖിലേട്ടനെ തല്ലിയത്? ദേഹത്തൊക്കെ നല്ല മുറിവുണ്ട്. വീട്ടിൽ വന്ന് ദേഷ്യത്തിൽ സംസാരിക്കുകയായിരുന്നു. എന്തിനാ അഖിലേട്ടനെ അവര് തല്ലിയത്? ചന്ദ്രു ചോദിക്കുന്നു, നീതു അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? അപ്പൊ നീതു പറയണേ, എനിക്കറിയില്ല. എന്റെ ചേട്ടൻ അടി വാങ്ങി വീട്ടിലേക്ക് വന്നു. ചോദിച്ചപ്പോൾ ഹരീഷും ചേട്ടന്മാരും കൂടി തല്ലിയതാണെന്നാ പറഞ്ഞേ. അച്ഛനും അമ്മയും ദേഷ്യത്തിൽ ചേട്ടനെ കൂടി അവിടെ ഒന്ന് പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ചന്തു പറയുന്നു, ഹരീഷിന്റെ ഏട്ടത്തിയെ ബസ് സ്റ്റോപ്പിൽ വെച്ച് നാണം കെടുത്താൻ ശ്രമിച്ചു നിന്റെ ചേട്ടൻ. ആശാൻ വെറുതെ ഒന്നും അല്ല അടിച്ചത്. നിന്റെ ചേട്ടൻ ചെയ്തത് അങ്ങനെ ഒരു കാര്യം ആയതുകൊണ്ടാ. ഇത് കേട്ട് ഞെട്ടി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് നീതു. ചന്തു പറയുകയാണ്, ബസ് സ്റ്റോപ്പില് ഒരുപാട് പേരുണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ വെച്ച് ആശാന്റെ ഏട്ടത്തിയെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ? 5 പേരുള്ള വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് ഏട്ടത്തി അഞ്ജലിയാണെന്ന് പറഞ്ഞ പരിഹസിച്ചത്. അവർക്ക് ദേഷ്യം വരില്ലേ? അതുകൊണ്ടാ തടി ചതച്ചത്. ചെയ്തതെല്ലാം തെറ്റ്. എന്നിട്ടാ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുന്നത്. ശരിക്കും പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടത് സുധീഷ് ചേട്ടന്റെ വൈഫാ. അവര് പോയിരുന്നെങ്കിൽ നിന്റെ ചേട്ടനിപ്പം ജയിലിൽ കിടന്നേനെ. പാവം, നിന്റെ ചേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് അപമാനം തോന്നിക്കാണില്ലേ? ഇത് കേട്ട് നീതു പറയുകയാണ്, ഇവനെന്താ ഇങ്ങനെയായി പോയത്? എന്റെ സമാധാനം കളയാനായിട്ട് ഇങ്ങോട്ട് വന്നതാ. ഹരീഷിനെ ഒന്ന് വിളിക്കാമോ? അപ്പൊ ചന്തു പറയുകയാണ്, ആശാനെ ഇപ്പൊ വിളിക്കാൻ പറ്റില്ല. ഞാൻ കുറച്ചു മുമ്പേ ഒന്ന് വിളിച്ചായിരുന്നു. അപ്പൊ ഫോൺ എടുത്തില്ല. ഞാൻ വിളിച്ചാലും എന്നോട് ദേഷ്യപ്പെടത്തേ ഉള്ളൂ. ഞാനെന്താ നീതുവിനെ പോലെയാണോ സാഹചര്യം മനസ്സിലാക്കാതെ ഫോൺ ചെയ്യാൻ? വിളിക്കാൻ വൈകി വിളിക്കണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നീതു കിളിക്കൂട്ടിലേക്ക് പോവുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്